കഴിഞ്ഞ ദിവസമാണ് UPSC എക്സാംസിൻ്റെ സിവിൽ സർവീസ് എക്സാംസിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ കുറച്ച് ഡാറ്റ എടുത്ത് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കാനും പോകുന്നത് ഏതൊക്കെ കോളേജിൽ നിന്നുള്ള ആളുകളാണ് ആക്ച്വലി ഈ എക്സാമിന് ടോപ്പേഴ്സായി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു UPSC ആസ്പിറൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് ബേസിക്കലി എയിം ചെയ്യേണ്ടത്. അത് ഈ വർഷത്തെ മാത്രമല്ല, കഴിഞ്ഞൊരു 20-30 വർഷത്തെ ഡാറ്റ എടുക്കുകയാണെങ്കിൽ ഏത് കോളേജിൽ നിന്ന് പഠിച്ച ആളുകൾക്കാണ് ഒരു ബെറ്റർ സക്സസ് റേറ്റ് ഉള്ളത്, അതേപോലെ ഏത് സ്ട്രീം പഠിച്ച ആളുകളാണ് കൂടുതൽ സിവിൽ സർവീസിലോട്ട് എത്തിപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ വർഷം 5,92,141 ആളുകളാണ് UPSC പ്രിലിംസ് അറ്റംപ്റ്റ് ചെയ്തത്. നിങ്ങൾക്കറിയാം UPSC എക്സാം ഒരു 3 സ്റ്റേജിലുള്ള എക്സാമാണ്. ഒന്ന് ഫസ്റ്റ് സ്റ്റേജ് പ്രിലിംസ് ആണ്. പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് അതിൽ നിന്നൊരു ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ആൾക്കാരെ മെയിൻസിലോട്ട് വരും. ആ മെയിൻസിൽ നിന്ന് ഏകദേശം കുറച്ചും കൂടി ഒരു തൗസൻഡ്സ് ഓഫ് ആൾക്കാർ ഇൻ്റർവ്യൂവിലോട്ട് വരും. ആ ഇൻ്റർവ്യൂവിൽ നിന്ന് ഈ വർഷം 1016 ആളുകളെയാണ് IAS, IFS, IPS ആൻഡ് അതർ സെൻട്രൽ സർവീസസ് A&B സർവീസസിലോട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ IAS, IFS, IPS ഒക്കെ മേ ബി ഒരു IAS പ്രാവശ്യം 180 ആണ്, IFS എനിക്ക് തോന്നുന്നു 30 or 40, IPS അറൗണ്ട് 200. അപ്പോൾ അങ്ങനെ ഒരു 400 സീറ്റ്സാണ് ഇതിലോട്ട് ഉണ്ടാവുക. ബാക്കി മറ്റ് സെൻട്രൽ സർവീസസിലോട്ടാണ് മറ്റ് 700 ആളുകൾ അല്ലെങ്കിൽ 600+ ആളുകൾ പോവുക. ഇത്തവണ 1ാം റാങ്ക് വാങ്ങിയ ആളെ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം 10 റാങ്കിനെ പരിചയപ്പെടാം. 1ാം റാങ്ക് ആദിത്യ ശ്രീവാസ്തവ. അദ്ദേഹം ഉത്തർപ്രദേശുകാരനാണ്. IIT കാൺപൂരിൽ നിന്ന് BTech MTech നേടി ഗോൾഡ്മാൻ സാക്സ് എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് കമ്പനിയിൽ വർക്ക് ചെയ്ത് പരിചയമുള്ളതാണ് ആദിത്യ ശ്രീവാസ്തവ. അനിമേഷ് പ്രധാൻ വീണ്ടും എഞ്ചിനീയറാണ്. NIT റൂർക്കലിൽ നിന്ന് BTech CS കഴിഞ്ഞ് പക്ഷേ സോഷ്യോളജി ഓപ്ഷണൽ സബ്ജക്റ്റായി എടുത്ത് ഒഡീഷക്കാരനാണ് നിമേഷ് പ്രധാൻ. 3ാം റാങ്കുകാരി ഡൊണ്ണൂരു അനന്യ റെഡ്ഡി, തെലങ്കാനക്കാരിയാണ്. മിറാണ്ട ഹൗസ് എന്നുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജുകളിലൊന്നാണ് മിറാണ്ട ഹൗസ് എന്നുള്ളത്. ഒരുപാട് സിവിൽ സർവീസ് ആസ്പിറൻസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോളേജാണ്. അപ്പോൾ മിറാണ്ട ഹൗസിൽ നിന്ന് BA ഹോണേഴ്സ് ഇൻ ജോഗ്രഫി നേടിയതാണ്. റാങ്ക് ലിസ്റ്റിലെ ആദ്യ മലയാളി PK സിദ്ധാർത്ഥ് രാംകുമാർ. കേരളത്തിലെ കോളേജ് ഓഫ് ആർക്കിടെക്ചർ ട്രിവാൻഡ്രത്ത് നിന്ന് BArch കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം 2 തവണ മുമ്പ് എക്സാം ക്വാളിഫൈ ചെയ്ത ആളാണ്. കഴിഞ്ഞ തവണ 120 റാങ്ക് വാങ്ങിയ ആളാണ്. IPS ട്രെയിനിയായിട്ട് വർക്ക് ചെയ്യുന്നു. ഇദ്ദേഹം വീട്ടുകാരെ ആരോടും പറയാതെയാണ് വന്ന എക്സാം എഴുതി ഈ വർഷം 4ാം റാങ്ക് വാങ്ങിയത്. നമുക്ക് കേരളീയർക്ക് അഭിമാനമായത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ആർക്കിടെക്റ്റാണ് ബേസിക്കലി. റുഹാനി ഹരിയാനക്കാരിയാണ്. സെൻറ്റ് സ്റ്റീഫൻ കോളേജ്, വീണ്ടും ഡൽഹി യൂണിവേഴ്സിറ്റി ഒരുപാട് കോളേജസ് ഉണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോളേജുകളിലൊന്നാണ്. ഓൾറെഡി ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഓഫീസേഴ്സിൽ ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു ബ്യൂറോക്രാറ്റ് ആണ്. വീണ്ടും സിവിൽ സർവീസ് എഴുതി ക്വാളിഫൈ ചെയ്തതാണ്. സൃഷ്ടി ദബസ് 6ാം റാങ്കുകാരി, ഡൽഹി ഇന്ദ്രപ്രസ്ഥ കോളേജ്, വീണ്ടും ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജാണ്. RBIയിൽ ഓൾറെഡി ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് സൃഷ്ടി ദബസ്. ഓക്കെ, അൻമോൾ രാത്തോർ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നാണ്. ഗുജറാത്ത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB നേടിയിട്ടുള്ള ആളാണ്. ആശിഷ് കുമാർ രാജസ്ഥാൻ, IIT ഖരഗ്പൂർ ഗ്രാജുവേറ്റ് ആണ്. 2ാമത്തെ IIT-കാരനാണ് ടോപ്പ് 10-ലുള്ള. നൗഷീൻ ഉത്തർപ്രദേശിലെ ഖൽസ കോളേജ് വീണ്ടും ഒരു DU കോളേജാണ്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു 4ാമത്തെ DU കോളേജാണ്. 4th ടോപ്പ് 10 റാങ്കിലെ 4ാമത്തെ DU കോളേജാണ്. 10ാം റാങ്കുകാരി ഐശ്വര്യം പ്രജാപതി, NIT ഉത്തരാഖണ്ഡ്, 2ാമത്തെ NIT-കാരിയാണ്. ഓക്കെ, L&Tയിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള ആളാണ്. അതാണ് ഫസ്റ്റത്തെ 10 റാങ്കുകൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 4 ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ആളുകളാണ്, 2 ആൾ IIT-കളിൽ നിന്ന് വന്ന ആളാണ്, 2 ആൾ NIT-കളിൽ നിന്ന് വന്ന ആളാണ്, ഒരാൾ ആർക്കിടെക്റ്റാണ് മലയാളി, ഒരാൾ ഗുജറാത്ത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB ക്വാളിഫൈ ചെയ്ത ആളാണ്. എല്ലാവരും ഏകദേശം ഒരു പ്രൊഫഷണൽസ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇൻ ജനറൽ എന്താണ്, നല്ല ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസിലൊന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ UPSCയുടെ ടോപ്പേഴ്സ് ആയി വരുന്ന ആളുകൾ ജനറലി ഏതെങ്കിലും ഡിഗ്രി എടുത്ത് വരുന്ന ആളുകളല്ല. ആ ടോപ്പേഴ്സായി വരുന്ന ആളുകൾ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ നിന്ന് ഏറ്റവും നല്ല ഡിഗ്രി എടുത്ത് വരുന്ന ആളുകളാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട് സിവിൽ സർവീസിന് ഏതെങ്കിലും ഡിഗ്രി മതി, അതൊരു ബേസിക് ക്വാളിഫിക്കേഷനാണ്. അത് വെച്ച് സിവിൽ സർവീസിന് ട്രൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തല്ല. പക്ഷേ നിങ്ങളൊരു ലോവർ ഏജിൽ നിന്ന് സിവിൽ സർവീസ് ഡ്രീം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ നല്ലൊരു കോളേജിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, അത് മേ ബി ഡൽഹി യൂണിവേഴ്സിറ്റി ആവാം, നിങ്ങൾക്ക് CUT പോലത്തെ എക്സാംസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ IITs ആവാം, NITs ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജസ് ആവാം, എന്തോ ആവട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിൽ ഏറ്റവും നല്ല കോളേജിൽ എത്തിപ്പെടാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് അത് പ്രാധാന്യമേറിയതായി മാറുന്നത്? കാരണം നിങ്ങൾക്ക് അവിടെ നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അനേകായിരം കുട്ടികളുണ്ടാവും.
അതിന് വേണ്ടിയുള്ള ഒരു എക്കോ സിസ്റ്റം അവിടെ ഉണ്ടാവും. ഡൽഹി പോലത്തെ ഒരു സ്ഥലത്ത് അത്ര ഒരു എക്കോ സിസ്റ്റം ഉണ്ടാവും, അല്ലെങ്കിൽ IITസിൽ അതുണ്ടാവും. അപ്പോൾ ഇവർക്ക് കൊണ്ടു കൊടുത്തൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇവിടുന്ന് അലുമിനസ് ആയിട്ട് ബ്യൂറോക്രാറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സിവിൽ സർവീസിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ എന്ത് ചെയ്യും, അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, അവരായിട്ട് നിരന്തരം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ കോളേജസ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സിവിൽ സർവീസ് പോലത്തെ എക്സാമിന് പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നമുക്കൊരു ബാക്കപ്പ് പ്രൊഫഷൻ ഉണ്ടാവുക എന്നുള്ളതാണെന്ന് ഞാൻ വളരെ സീരിയസ്ലി ചിന്തിക്കുന്ന ഒരാളാണ്. ഈ അഭിപ്രായത്തോട് വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടാവാം, താഴെ കമൻറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സിവിൽ സർവീസ് പോലത്തെ ഒരു ഏരിയയിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ടൈം. കാരണം നമ്മൾ മേ ബി ഒരു 3-4 കൊല്ലമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം പോകാൻ. എന്നാൽ തന്നെ കിട്ടുമെന്ന് ഉറപ്പില്ല. കാരണം ഈ പറഞ്ഞ പോലെ 5.5 ലക്ഷം 6 ലക്ഷം ആൾക്കാർ എഴുതിയിട്ട് അതിൻ്റെ അക്സെപ്റ്റൻസ് റേറ്റ് വളരെ 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 കുറവുള്ള, അതായത് 1000 ആൾക്കാർ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എന്നുള്ളത്. ഈവൻ നമ്മൾ JEO NEETO എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ആൾക്കാർ ഓരോ വർഷം ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റെ എത്രയോ കുറവാണ് സിവിൽ സർവീസിൽ എത്തിപ്പെടുന്ന ആളുകൾ. അപ്പോൾ എത്ര ബ്രില്യൻ്റ് ആയ ആളുകളാണെങ്കിലും ദർ ഇസ് എ ചാൻസ് ദാറ്റ് യു വിൽ ഗെറ്റ് റിജക്റ്റഡ്. ആൻഡ് ഈ പറഞ്ഞ ആളുകളൊക്കെ പല ആളുകളും ടോപ്പ് റാങ്കിൽ എത്തിയിട്ടുള്ള നമ്മളെ ഇപ്പോൾ മനസ്സിലാക്കിയത് കുറച്ച് വർഷങ്ങൾ അധ്വാനം ചെയ്തിട്ടാണ്. അത് 1, 2, 3 വർഷം, ചിലപ്പോൾ 4, 5ാമത്തെ അറ്റംപ്റ്റ് എഴുതിയ ആളുകൾ ഇതിലുണ്ടാവാം, ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയവരും ഉണ്ടാവാം കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, കുറേ അൺപ്രഡിക്റ്റബിൾ ഫാക്ടേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നല്ലൊരു ബാക്കപ്പ് പ്രൊഫഷൻ ഉണ്ടാവുക എന്നുള്ളതും നിങ്ങൾക്ക് മറ്റ് ബാക്കപ്പ് ഓപ്ഷൻസ് ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ കേരളത്തിലെ ഈ വർഷത്തെ ടോപ്പേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, സിദ്ധാർത്ഥ് രാംകുമാർ കോളേജ് ഓഫ് ആർക്കിടെക്ചർ ട്രിവാൻഡ്രം, വിഷ്ണു ശശികുമാർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഡൽഹി 31 റാങ്ക്, വീണ്ടും ഡൽഹി യൂണിവേഴ്സിറ്റി. PP അർച്ചന GEC കണ്ണൂരിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. ബെഞ്ചോ പി ജോസ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് വീണ്ടും ഡൽഹി യൂണിവേഴ്സിറ്റി BSc മാത്സ്. അതേപോലെ കസ്തൂരി ഷാ കേരള യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഫാബി റഷീദ് ഐസർ ട്രിവാൻഡ്രം, അനദർ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആനി ജോർജ് 93rd റാങ്ക് കേരള യൂണിവേഴ്സിറ്റി BSc സുവോളജി. ഇതിൽ നിന്നും വലിയൊരു നമ്പർ ഓഫ് ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരളത്തിലൊരു പ്രീമിയർ കോളേജുകൾ, ഇന്ത്യയിലെ പ്രീമിയർ കോളേജുകളിൽ നിന്ന് കഴിഞ്ഞിറങ്ങിയ ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിലെ ടോപ്പേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, സിദ്ധാർത്ഥ് ആർക്കിടെക്ട് ഞാൻ പറഞ്ഞു, ഗഹന നവ്യ ജെയിംസ് പാല അൽഫോൺസോ കോളേജിൽ നിന്ന് ഒരു ടോപ്പറായിരുന്നു, എല്ലാത്തിനും ടോപ്പറായിരുന്നു, നെറ്റും JRFും കിട്ടിയ ഒരാളാണ്. ദിലീപ് കൈനികര IITയിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു. നമ്മുടെ ദിലീപായിട്ടുള്ള ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിലുണ്ട്. IIT മദ്രാസ്. K മീര GEC തൃശ്ശൂർ. അതേപോലെ അശ്വതി ശ്രീനിവാസ് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ഡോക്ടറാണ്. ഇനി UPSC ടോപ്പേഴ്സിനെ കഴിഞ്ഞ ഒരു 10 വർഷം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി എ ലോട്ട് ഓഫ് കോളേജസ്, ഡൽഹി കോളേജസ്, IIT 2, 3, 4 IITiansനെ കാണാൻ പറ്റും, ഒരു എയിംസുകാരനെ കാണാൻ പറ്റും, ബിറ്റ്സ് ബിലാനി കാണാൻ പറ്റും. അതേപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3-4 ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബേസിക്കലി നമ്മളൊരു ടോപ്പേഴ്സിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഏതാണ് UPSCക്ക് വേണ്ടിയുള്ള ടോപ്പ് കോളേജസ് എന്നുള്ളത്? UPSCക്കുള്ള ടോപ്പ് കോളേജസ് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ്, ഈ സക്സസ് റേറ്റ് 1975 to 2014 വരെയുള്ള ഡാറ്റ എടുത്ത് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതിലെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോളേജിൽ നിന്ന് 100 ആളുകൾ എഴുതുകയാണെങ്കിൽ അതിൽ എത്ര ആളുകൾക്ക് സിവിൽ സർവീസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. UPSC IIT കാൺപൂർ 20.81% ആണ് UPSC സക്സസ് റേറ്റ്. IIT ഡൽഹി 19.89%. ഈ 2 കോളേജസും അവിടുന്ന് 100 ആളുകൾ എഴുതുന്നുണ്ടെങ്കിൽ 20 ആളുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. JNUവിൽ 16.95% ആണ്. IIT റൂർക്കി 15.16% ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റി 12.28% ആണ്. അപ്പോൾ ഒരു UPSC ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായാലും ഡിഗ്രി ചൂസ് ചെയ്യണം. ആ ഡിഗ്രി എന്താണെന്നുള്ള അവർ തീരുമാനിക്കണം. അത് ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് ഒരു ഡിഗ്രി പോരാ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് നിന്നാവണം. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി IIT പോലത്തെ സ്ഥലങ്ങൾ ചൂസ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ JNU or ഡൽഹി യൂണിവേഴ്സിറ്റി ഈസ് ദ ബെസ്റ്റ് ഷോട്ട്. എനിക്കൊന്ന് ഇപ്പോൾ JNU ഡൽഹി യൂണിവേഴ്സിറ്റി ഇപ്പോൾ IITസിനേക്കാളും കുറഞ്ഞതാണുള്ളത്. പക്ഷേ അതിനൊരു കാരണമുണ്ട്. കാരണം IITസിൽ ചിലപ്പോൾ ഒരു 100 ആളുകൾ ലൈക്ക് ഒരു ബാച്ചിൽ നിന്ന് മേ ബി ഒരു 5% 6% എഴുതുന്നുണ്ടെങ്കിൽ അത് JNUന്നോ DUന്നോ അതൊരു മേ ബി 10%ഓ 15% ആയിരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു നമ്പർ വേണം, എനിക്കറിയില്ല. എന്തായാലും കൂടുതൽ ആസ്പിറൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ് പെർസെൻറ്റേജ് കുറയുന്നത്. അല്ലാതെ ഇത് ഒരു UPSC ആസ്പിറൻസിന് IITസിനേക്കാളും മോശമായതുകൊണ്ടല്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, നിങ്ങൾ നമ്പേഴ്സ് നോക്കൂ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 4128 ആളുകളും JNUവിൽ നിന്ന് 1325 ഗ്രാജുവേറ്റ്സും എന്താണ് UPSC ക്വാളിഫൈഡ് ആണ് 1975 to 2014. അതായത് ഏകദേശം ഒരു 40 വർഷത്തെ ഡാറ്റ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നല്ല കോളേജുകളിലോട്ട് നമ്മുടെ കുട്ടികളെ പുഷ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. കാരണം അവിടെ അതിന് വേണ്ടിയുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുന്ന സ്കൂൾ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഹൈസ്കൂൾ സ്റ്റുഡൻസ്, ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡിഗ്രി സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ദേ ഓൾറെഡി ചൂസൺ. പക്ഷേ അവർക്ക് PGക്കോ മറ്റൊക്കെ ചൂസ് ചെയ്യാൻ സാധിക്കും. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സിവിൽ സർവീസ് ഡ്രീമുള്ള ആളാണെങ്കിൽ
നിങ്ങളൊരിക്കലും ഒരു ഏതെങ്കിലും ഒരു ഡിഗ്രിയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ നിൽക്കാം അല്ലെങ്കിൽ ഇവിടെ എവിടെയും കോച്ചിങ്ങിന് പോകാം എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ ആദ്യം നല്ലൊരു പ്രൊഫഷനിൽ നല്ലൊരു കോളേജിൽ എത്തിപ്പെടും, അതിനുശേഷം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ സിവിൽ സർവീസ് അറ്റംപ്റ്റ് ചെയ്യും, ഓർ ഐ വിൽ ഫിഗർ ഔട്ട് വാട്ട് ടു ഡു എന്നുള്ളതാണ് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ XNY ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ട്. ഇതേപോലത്തെ നല്ല കോളേജുകളിൽ നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അതിന് താല്പര്യമുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള 6th മുതൽ 10th വരെയുള്ള കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇന്ന് 1500ഓളം കുട്ടികൾ XNY ലേണിങ്ങിൽ പല ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, നൗ അനദർ ഇൻട്രസ്റ്റിംഗ് ഡേറ്റ ഫ്രം ലാസ്റ്റ് ഇയർ ഫ്രം ഗവൺമെൻറ്. ഇത് ഗവൺമെൻറ് ലോക്സഭയിൽ നൽകിയ ഡാറ്റയാണ്. 64% സെലക്റ്റഡ് UPSC സിവിൽ സർവൻസ് വെർ എഞ്ചിനീയേഴ്സ്. ഓക്കെ, എഞ്ചിനീയേഴ്സ് ആണ് ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഓൾ ഇന്ത്യ സിവിൽ സർവീസസിൽ 2017 മുതൽ 2021 വരെ കഴിഞ്ഞൊരു 5 വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ IAS IPS IAFSൽ 63% എഞ്ചിനീയേഴ്സ് ആണ്. 4371 കാൻഡിഡേറ്റ്സ് ആ 5 വർഷം ക്വാളിഫൈ ചെയ്തതിൽ 76% സയൻസ് സ്ട്രീമിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ ജനറലി ഉള്ളൊരു ധാരണ ഉണ്ട്, ഹ്യൂമാനിറ്റീസ് സ്ട്രീമാണ് UPSCക്ക് വേണ്ടി ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെയൊന്നുമില്ല, ഏതോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഡാറ്റ ഷോസ് ദാറ്റ് 76% ഫ്രം ദ സയൻസ് സ്ട്രീം, അതിൽ തന്നെ 63% ഫ്രം എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്. ഇതെന്തുകൊണ്ടാണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ ഇങ്ങനത്തെ റീലിട്ടപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നു. ഇയാളെന്താ ഫുൾ എഞ്ചിനീയേഴ്സിനെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, ബാക്കിയുള്ളവർക്ക് ബുദ്ധിയില്ല. അതുകൊണ്ടൊന്നുമല്ല, ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള 2-3 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ എന്നുള്ളത് UPSC പ്രിലിംസിൻ്റെ 2ാമത്തെ പേപ്പർ CSAT എന്നുള്ള പേപ്പർ, അതിൽ 33% മാർക്ക് ഉണ്ടെങ്കിലേ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക. CSAT പേപ്പറിൽ ബേസിക്കലി ഒരു വെർബൽ ആപ്റ്റിറ്റ്യൂഡും അതേപോലെ തന്നെ കോംപ്രഹെൻഷൻസും ഒരു ലോജിക്കൽ മാത്തമാറ്റിക്കൽ തിങ്കിങ്ങും ഒക്കെയാണ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരാൾക്ക് 33% മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വേണം. ഇത് ജനറലി ഈ പറഞ്ഞ അത്യാവശ്യം എഞ്ചിനീയേഴ്സിനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. അല്ലാത്തവർക്ക് ഇത് ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. എനിക്കറിയാം, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല ബുദ്ധിയുള്ള നന്നായിട്ട് UPSCക്ക് പ്രിപ്പയർ ചെയ്ത എന്നാൽ CSATന് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയ നിർഭാഗ്യവാന്മാരെ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അതൊരു ഫാക്റ്റാണ്. അത് അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ലൈക്ക് അവർക്ക് അതിനോട് ഒരു ആ മാത്തമാറ്റിക്കൽ ഫീൽഡിനോട് വലിയ എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. 33% മാർക്ക് വാങ്ങുക എന്നുള്ളത് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ഓൺലി. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പഠിക്കുന്ന ഒരാൾ CUT ക്വാളിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ IITക്ക് വേണ്ടി പഠിക്കുന്ന ഒരാൾ JEE ക്വാളിഫൈ ചെയ്യുന്നു. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം UPSC ഈസ് ലൈക്ക് എ കണ്ടിന്യൂഷൻ ഓഫ് ദിയർ ജേർണി. അവർ ആൾറെഡി ഡിറ്റർമിൻഡ് ആയിട്ട് അതേപോലെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ അവർക്ക് അറിയാം. അവർ ആ വഴിയിലൂടെ കടന്നു പോയ ആൾക്കാരാണ്. സോ ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ബിറ്റ് മോർ ഈസിയർ. ഒരു ഡിഗ്രിക്ക് ശേഷം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരെക്കാളും എളുപ്പമായിരിക്കും ഒരു 12th തന്നെ അത്യാവശ്യം കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതി നല്ല സ്ഥലത്ത് എത്തിപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകൾ ഭൂരിഭാഗം ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ CUT ഒക്കെ എപ്പോഴാണ് വന്നത്, അതിനു മുമ്പുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എന്താണ്, ഭൂരിഭാഗവും സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ്. അതുകൊണ്ടാണ് ജനറലി സയൻസ് ഗ്രാജുവേറ്റ്സ് അതേപോലെ സയൻസ് എഞ്ചിനീയറിംഗ് മെഡിസിൻ ഗ്രാജുവേറ്റ്സ് കൂടുതലായിട്ട് സിവിൽ സർവീസസിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷണലായിട്ട് പല ആൾക്കാരും ഹ്യൂമാനിറ്റീസ് എടുക്കും. അതിപ്പോൾ സയൻസ് ഉള്ള ആളുകളും ഹ്യൂമാനിറ്റീസ് ഇപ്പോൾ നേരത്തെ സോഷ്യോളജി ഒക്കെ എടുത്ത് നമ്മൾ ഈവൻ എഞ്ചിനീയേഴ്സ് സോഷ്യോളജി ഒക്കെ എടുത്ത് കണ്ടു. ബട്ട് അൾട്ടിമേറ്റ്ലി 76% ആൾക്കാർ സയൻസ് ഗ്രാജുവേറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ സിവിൽ സർവീസിനെ പോകണം, അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട് എടുക്കാം. ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ ഗോ ടു ഈ പറഞ്ഞ പോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് നല്ല എക്കണോമിക്സോ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കും. നല്ല കോളേജിൽ പോയി പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരുപാട് സ്റ്റാറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് കുറേ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ പോസിറ്റീവുകൾ നെഗറ്റീവുകൾ എല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.